എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു അവസരം. KDISC ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, ID പ്രൂഫ്, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സ്കാൻഡ് കോപ്പീസ് എന്നിവ ഇമെയിലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇമെയിൽ അപേക്ഷ സമർപ്പിക്കേണ്ട ഇമെയിൽ ID kdisc.recruitment2024@gmail.com ആണ്. ഇമെയിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25/1/2025 വൈകുന്നേരം 5 മണിയാണ്. അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ, സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, ജൂനിയർ കൺസൾട്ടന്റ്, പ്രോജക്ട് അസിസ്റ്റന്റ്, ഓഫീസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലായി 17 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എഞ്ചിനീയറിംഗിലോ ലോയിലോ അഗ്രികൾച്ചറിലോ ഉള്ള ബിരുദമാണ്. അല്ലെങ്കിൽ സയൻസിലോ സോഷ്യൽ സയൻസിലോ മാനേജ്മെന്റിലോ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 50,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ, സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമുള്ളവർക്കോ അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 45,000 രൂപ മുതൽ 55,000 രൂപ വരെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നതുമാണ്. ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എഞ്ചിനീയറിംഗിലോ ലോയിലോ അഗ്രികൾച്ചറിലോ സയൻസിലോ സോഷ്യൽ സയൻസിലോ ഇവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 30,000 രൂപ മുതൽ 45,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എഞ്ചിനീയറിംഗ്, ലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ, സയൻസ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ്, മാനേജ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 35,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 20,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. ഓഫീസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 20,000 രൂപ മുതൽ 30,000 രൂപ വരെ ശമ്പള സ്കെയിലായി ലഭിക്കും. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത 12ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 20,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുന്നത്. 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് തുടക്കത്തിൽ നിയമിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഇമെയിൽ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ ഇമെയിൽ ID kdisc.recruitment2024@gmail.com ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25/1/2025 വൈകുന്നേരം 5 മണിയാണ്. PSC പരീക്ഷയില്ലാതെ കേരള സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.